എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന ബീഫായിരിക്കും അല്ലേ? പക്ഷെ ഞാനിവിടെ തയ്യാറാക്കുന്ന ചിക്കൻ വച്ചിട്ടുള്ള കപ്പ ബിരിയാണിയാണ്. എങ്ങനെയാണ് ചിക്കൻ കപ്പ ബിരിയാണി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനൊന്ന് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ? ഞാനിവിടെ 1/2 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലില്ലാത്ത കഷ്ണങ്ങളും എല്ലോട് കൂടിയ കഷ്ണങ്ങളുമാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 കിലോ കപ്പയാണ്. കപ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് വേവുന്ന കപ്പ തന്നെ എടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിൻ്റെ മസാലകൾ ഞാനൊന്ന് പറയാം. 3/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി. ഇവയെല്ലാം ചേർത്ത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത ചിക്കനാണിത്. ഇത് നമുക്ക് 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച ശേഷം നമുക്ക് അതിലോട്ട് കപ്പ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ കപ്പയെ നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കപ്പ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം ഒന്ന് വാർത്ത് കളയാം. വെള്ളം വാർത്ത് കളഞ്ഞ് ഇതുപോലൊന്ന് ഉടച്ചെടുക്കുക. അധികം ഉടയ്ക്കേണ്ട ആവശ്യമില്ല, ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടണം. ഇപ്പോൾ നമ്മുടെ വേവിച്ച കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കനിലോട്ട് കിടക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത്, ഈ ഒരു പാത്രം നിറയെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. 2ആയിട്ട് കീറിയിരിക്കുകയാണ്. പെരിഞ്ജീരകം വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, 5-6 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയതാണ്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് കപ്പ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാത്രം ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപ്പിടുന്നത്. ഇപ്പോൾ ഉള്ളി ഇവിടെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇവയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയും ചിക്കനും ഒക്കെ നന്നായിട്ട് ചേർത്തെടുക്കുക. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് നമുക്ക് കുക്കറിലും ചെയ്യാവുന്നതാണ്. നന്നായിട്ട് വഴറ്റിയ ശേഷം 2-3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്കിത് അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ചെറിയ തോതിൽ എണ്ണയും തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് തക്കാളിയോ തൈരോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. ഇനി നമുക്കിതിൽ മെയിൻ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ഇതിൽ ഞാൻ 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണിത്. അതുപോലെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിടുക. നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പം 20 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എണ്ണയും തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡ്രൈ പരുവമായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ആക്കിയെടുക്കാൻ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം കപ്പയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കപ്പയും ചിക്കനും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് 2-3 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ മണം ഒന്ന് അതിലോട്ട് ഇറങ്ങിക്കോട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. നല്ല നാടൻ കറിയുടെ മണമാണ് വരുന്നത്. നമുക്കിതിനൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ആ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർത്തെടുക്കാം. ബീഫ് ഒന്നും കഴിക്കാത്തവർക്ക് ഇതുപോലെ ചിക്കൻ വെച്ചിട്ടുള്ള കപ്പ ബിരിയാണി ആകുമ്പോൾ നന്നായിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്, കാണാനും അതുപോലെ നല്ല ഭംഗിയാണ്. കണ്ടോ, അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം.